പക്ഷേ ദേശീയ അവാർഡ് നിർണയത്തിൽ നമ്മുടെ നടി ഉർവശിക്കും വിജയരാഘവനും മികച്ച സഹനടനും സഹനടിക്കുള്ള അവാർഡ് വന്നിരുന്നു. സാധാരണഗതിയിൽ ഒരു ദേശീയ അവാർഡ് കിട്ടിയാൽ അവർ സന്തോഷിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഉർവശി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി കടുത്ത നിലയിൽ ഉർവശി പ്രതികരിച്ചിട്ടുണ്ട്. അത് കൃത്യമായും പൃഥ്വിരാജിന് അവാർഡ് നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നജീബിൻ്റെ, അതായത് ആടുജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്, നജീബിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ഹൃദയഭേദകമായ സഹനവും കാണിക്കാൻ സമയവും പ്രയത്നം നൽകി ശാരീരികമായ മാറ്റങ്ങളിലൂടെ കടന്നുപോയ ഒരു നടൻ നമുക്കുണ്ട്. എമ്പുരാൻ കാരണമാണ് ഇതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവാർഡുകളിൽ രാഷ്ട്രീയം കലർത്തരുത്. താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചേർന്ന് നിൽക്കാത്തതുകൊണ്ടാണ് ശബ്ദമുയർത്താൻ കഴിയുന്നതെന്ന് ഉർവശി പറഞ്ഞു. എനിക്ക് സംസാരിക്കാൻ കഴിയും, കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ആശ്രയിക്കുന്നില്ല. ഞാൻ നികുതി അടയ്ക്കുന്നു, എനിക്ക് ഭയമില്ല. ഞാനിത് ഉന്നയിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, മറിച്ച് എൻ്റെ പിന്നാലെ വരുന്നവർക്ക് വേണ്ടിയാണ്. അവാർഡ് കിട്ടിയപ്പോൾ ഉർവശി പോലും മിണ്ടാതിരുന്നു. പിന്നെന്തിനാണ് നിങ്ങൾ ബഹളം വെക്കുന്നത് എന്ന് ആരും അവരോട് പിന്നീട് പറയാതിരിക്കാനാണ് അവർ പറഞ്ഞത്. എന്താണ് സംഭവം? തീർച്ചയായിട്ടും ഉർവശിയുടെ പ്രതികരണത്തിൽ ഗൗരവമായി നമ്മൾ ചലച്ചിത്ര പ്രേമികൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഉർവശി ഇത്തരത്തിൽ പ്രതികരിക്കുന്ന കൂട്ടത്തിലല്ല. മാത്രമല്ല, ഉർവശി എന്ന മഹാനടി, അപാരമായ അനുഗ്രഹീതയായ നടി, അവരുടെ തീർച്ചയായിട്ടും അവർക്ക് അതിന് അർഹതയുണ്ട്. രണ്ട്, അവർ ഈ രണ്ടാം വരവിൽ കുറെ കൂടി പക്വമായ ഒരു നേതൃത്വം തന്നെ, കലാകാരികളുടെ ഒരു നേതൃനിരയിൽ അവർ പ്രത്യക്ഷപ്പെടുന്നു. ഒന്നാം ഘട്ടത്തിൽ അവർ നല്ല നടിയായി പെർഫോം ചെയ്തു. അന്ന് പെർഫോമറാണ്. ഇപ്പൊ അവർ പോരാളിയും കൂടിയാണ്. അപ്പോൾ ആ രണ്ടാം ഘട്ടത്തിനിടയിൽ അവർക്ക് സംഭവിച്ചത് വ്യക്തി ജീവിതത്തിൽ ഒരുപാട് വലിയ പതനങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവർക്ക്. അതിനെയൊക്കെ അതിജീവിച്ച് അവരുടെ രണ്ടാം വരവുണ്ട്. വലിയ നാശത്തിൽ നിന്നൊരു പക്ഷെ വലിയ തകർച്ചയിൽ നിന്നാണ് അവരുടെ വരവ്. അതൊക്കെ നമുക്ക് വലിയ കൗതുകത്തോടെയും സന്തോഷത്തോടെയും കണ്ടതാണ്. ഇപ്പോൾ ഉർവശി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഉർവശി പറഞ്ഞത്, ഇപ്പോൾ അവാർഡുകളുടെ വില പൊതുവേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവാർഡുകളുടെ രാഷ്ട്രീയം പ്രകടമായ ചർച്ചാ വിഷയമാണ്. അവാർഡുകൾ ഒന്നുകിൽ സ്വന്തക്കാർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു. മാത്രമല്ല, അതാത് ജൂറിയിൽ പോയിരിക്കുന്നവരുടെ പ്രൊഫഷണൽ താല്പര്യം കൂടി പലപ്പോഴും അതിൽ നടക്കുന്നു. സിനിമയിലെ കോക്കസ്, ലോബിയിങ്, അതുപോലെ തന്നെ ഈ നോർത്ത്, സൗത്ത്, ഹിന്ദി, പ്രാദേശിക ഭാഷകൾ, ഇതെല്ലാം പലതരത്തിലുള്ള താല്പര്യങ്ങൾ സിനിമ അവാർഡിനെ എല്ലാ കാലത്തും സ്വാധീനിക്കാറുണ്ട്, പ്രത്യേകിച്ച് ദേശീയ അവാർഡിനെ. അതിനൊക്കെ മറികടന്ന് പലപ്പോഴും മലയാളിക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ മലയാളത്തിന് കിട്ടിയിട്ടുമുണ്ട്, നമ്മുടെ ചെമ്മീൻ തൊട്ട് ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അതുപോലെ പള്ളിവാളും കാൽച്ചിലമ്പ്, ഏതായാലും നിർമാല്യം, അല്ലെ, അവിടുന്ന് ഇങ്ങോട്ട് എത്രയോ അവാർഡുകൾ, ഓപ്പോള് വരെയുള്ള ഒരുപാട് സിനിമകളിൽ അത്ഭുതപ്പെടുത്തുന്ന അംഗീകാരം. സലീം കുമാറിന് ദേശീയ അവാർഡ് കിട്ടി, ഇന്ദ്രൻസിന് ദേശീയ അവാർഡ് കിട്ടി. ഇതൊക്കെ പലപ്പോഴും നമുക്ക് കിട്ടുന്ന അത്യപൂർവവും എന്നാൽ വലിയ ആഹ്ലാദകരവുമായ അനുഭവമാണ്. പക്ഷെ അതിനിടയിലും അർഹിക്കുന്ന പലതും കിട്ടാതെ പോയിട്ടുമുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഉർവശി എന്തുകൊണ്ടാണ് പ്രതികരിക്കേണ്ടി വന്നത്. ഉർവശിക്ക് മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമയ്ക്ക്, ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഏറ്റവും മികച്ച നടിക്കാണ് അവാർഡ് കിട്ടിയത്. തീർച്ചയായിട്ടും ആ സിനിമ നടിമാരുടെ സിനിമയാണ്. ഉർവശിയും പാർവതിയും മത്സരിച്ച് അഭിനയിച്ച സിനിമയാണ്. ഒരുപക്ഷെ ഉർവശി തന്നെയാണ് അപ്പോഴും ഒരു പടി മുന്നിൽ നിന്നത്. മാത്രമല്ല, ഉള്ളൊഴുക്ക് വളരെ വ്യത്യസ്തമായൊരു പ്രമേയം, വളരെ സ്വാഭാവികമായ പ്രമേയം, നമ്മുടെ പരമ്പരാഗത അടി ഇടി സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായൊരു സിനിമ, നായകന്മാർ എന്ന കൺസെപ്റ്റിനെ തന്നെ തകർത്ത് കളഞ്ഞൊരു സിനിമ. ആ അർത്ഥത്തിൽ ഉള്ളൊഴുക്ക് മനോഹരമായ സിനിമയാണ്. ഉർവശിക്ക് അതില് ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടുമ്പോൾ രണ്ടാമതൊന്നും മലയാളി പറഞ്ഞിട്ടില്ല ആരും. ശ്രദ്ധിച്ചു, അന്ന് ഒരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതേ സിനിമ ദേശീയ അവാർഡിന് പരിഗണിക്കുമ്പോൾ അവർക്ക് അവാർഡ് കൊടുക്കുന്നു, പക്ഷെ അവർ മികച്ച നടിയല്ല, മികച്ച സഹനടിയാണ്. അതെങ്ങനെയാണ്? അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമല്ല, അവർക്ക് രോഷം കൊള്ളാൻ ന്യായമായ അർഹതയുണ്ട്. അത് വളരെ സാഹചര്യ തെളിവുകളും അവരെ കൊണ്ടത് പറയാൻ നിർബന്ധിപ്പിക്കുന്നുണ്ട്. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അവർ ഈ രണ്ടാം വരവിൽ ഞാൻ പറഞ്ഞ പോലെ ഇനി പെർഫോം ചെയ്തിട്ട് അവാർഡിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക്. അവര് പറയുന്ന ഒരു ആക്ഷേപം, അതായത് വിജയരാഘവൻ, അദ്ദേഹവും ആ സിനിമയിൽ ലീഡ് റോൾ ചെയ്തു. തീർച്ചയായിട്ടും വിജയരാഘവനെയും സഹനടനായിട്ട് ഒതുക്കി. പൃഥ്വിരാജിനെ അവഗണിക്കാൻ കാരണം എമ്പുരാൻ സിനിമയുടെ രാഷ്ട്രീയമാണ്. എമ്പുരാൻ ഉള്ളതുകൊണ്ട് ആടുജീവിതം തഴയപ്പെട്ടു. പക്ഷേ ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്നവർ മറ്റൊരു വാദം ഉന്നയിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സവർക്കറുടെ ജീവിതകഥ പറഞ്ഞൊരു സിനിമയിൽ രൺദീപ് ഹൂഡ എന്ന് പറയുന്ന ഒരു ബോളിവുഡ് നടൻ പൃഥ്വിരാജിന് സമാനമായ ശാരീരിക ത്യാഗം ചെയ്താണ് ആ സിനിമയിൽ, അതും പരിഗണിക്കപ്പെട്ടില്ലല്ലോ എന്നുള്ള ന്യായം പറഞ്ഞാണ്. അതിൽ എനിക്ക് രണ്ടിനോടും എനിക്ക് വിയോജിപ്പുള്ള കാര്യം, ഞാനൊരു സാധാരണ സിനിമാ പ്രേക്ഷകൻ എന്ന നിലക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്,
ആടുജീവിതത്തിൽ ആകെ പരിഗണിക്കാനുള്ളത് അതിനുവേണ്ടി പൃഥ്വിരാജ് എടുത്ത സഹനമാണ്. വർഷങ്ങളോളം അദ്ദേഹം അതിനുവേണ്ടി അധ്വാനിക്കുന്നു. അതിനോടുള്ള കമ്മിറ്റ്മെന്റിന് പൃഥ്വിരാജിനെ നമുക്ക് എന്നും നമിക്കാം. പക്ഷെ പ്രോഡക്റ്റ് മൊത്തത്തിൽ എടുത്തു നോക്കും. ആ സിനിമ കണ്ടാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ ആർക്കെങ്കിലും അവാർഡ് കൊടുക്കാമെങ്കിൽ ഒരൊറ്റ മനുഷ്യനാണ്, മേക്കപ്പ് മാന്. പൃഥ്വിരാജിനെ മേക്ക് ഓവർ ചെയ്തു എന്നത് ഒഴിച്ചാൽ ആ സിനിമയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ലോകോത്തരമായ നിലവാരമോ ദേശീയ നിലവാരത്തിൽ അവാർഡ് കൊടുക്കാവുന്ന സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതിപ്പോ ഉർവശി ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവില്ല. പൊതുവെ അങ്ങനെ അഭിപ്രായമുണ്ട്. അത് അവഗണിക്കപ്പെട്ടു എന്നൊരു നിലപാടുണ്ട്. പക്ഷെ ആ സിനിമ കണ്ടവർക്കൊന്നും രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം എനിക്കങ്ങനെ തോന്നാൻ, ഞാൻ ആ നോവൽ വന്ന ആഴ്ചയിൽ അത് പുറത്തിറങ്ങിയത് വായിച്ചപ്പോൾ നോവൽ വായിച്ചപ്പോഴും എനിക്ക് ഒരുപാട് വിയോജിപ്പുകൾ തോന്നിയിട്ടുണ്ട്. പക്ഷെ നോവലിൽ നിന്ന് യാഥാർത്ഥ്യത്തോട് നിരക്കാത്ത ഒരുപാട് അതിഭൗതിക അതിഭാവന കലർത്തിയ സിനിമയാണ്. അതിനോട് പിന്നീട് നജീബ് എന്ന നായകൻ, യഥാർത്ഥ കഥാപാത്രമാണല്ലോ, നജീബിന് തന്നെ ബെന്യാമിനോട് കലഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ബെന്യാമിൻ പിന്നീട് ആ പുസ്തകത്തെക്കുറിച്ച് വന്നൊരു വിവാദം, ബെന്യാമിൻ മരുഭൂമി കണ്ടിട്ടില്ല. അദ്ദേഹം ലിയോപോൾഡ് വെയ്സ് എന്ന ഓസ്ട്രിയൻ എഴുത്തുകാരൻ അറേബ്യയെക്കുറിച്ച് എഴുതിയ റോഡ് ടു മെക്ക എന്ന പുസ്തകം അപ്പടി ഈച്ച കോപ്പി അടിച്ച് എഴുതിയതാണ്. അത് ഒരുപാട് ആരോപണങ്ങൾ ആ പുസ്തകത്തെക്കുറിച്ച് വന്നു. പക്ഷെ ഈ പുസ്തകം സിനിമയാക്കിയപ്പോൾ ഉണ്ടായ ബ്ലസ്സി ചേട്ടൻ ചെയ്ത ഒരേ ഒരു കാര്യം, കുറെ കൂടി റിയലിസ്റ്റിക് ആക്കി. ഈ നജീബിന് പോലും ഇത് എൻ്റെ ജീവിതമല്ലല്ലോ എന്ന് നജീബ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് പലപ്പോഴും. നീ ഓർക്കുന്നുണ്ട്, ആ പുസ്തകം വായിക്കുമ്പോൾ ഓർമ്മയുണ്ടാവും, നജീബ് മക്കളെപ്പോലെ സ്നേഹിക്കുന്ന ഈ ആടുകൾ, അതാണല്ലോ ആട് ജീവിതം. തൻ്റെ നാട്ടിലെ തനിക്ക് കാണാൻ നിവൃത്തിയില്ലാതെ പോകുന്ന, സങ്കടപ്പെടുന്ന മക്കൾക്ക് പകരം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന മക്കളാണ് ഈ ആട്. ഈ ആടിനോട് ഈ എന്താ പറയാ മൃഗഭോഗം നടത്തുന്നതൊക്കെ ആ പുസ്തകത്തിലുണ്ട്. നജീബ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അത് വായിച്ചിട്ട്. അപ്പൊ അത്തരം സംഗതികളൊക്കെ കളഞ്ഞ് കുറെ കൂടി ശുദ്ധമാക്കിയിട്ടുണ്ട് ആ കഥ എന്നുള്ളത് ഒഴിച്ചാൽ അതൊരു മികച്ച സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, പല കാരണങ്ങളാണ്. അതുകൊണ്ട് അതിപ്പോ ഉർവശി ചേച്ചിയുടെ അഭിപ്രായമാണ്, അവർക്കത് പറയാം. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ആടുജീവിതത്തെ അവഗണിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ അവാർഡ് കിട്ടി എന്നുള്ളത് കൊണ്ട് അക്കൊല്ലം കേരളത്തിൽ ഇറങ്ങിയ സിനിമകളിൽ അത് മികച്ചതാവാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ മറ്റേ സിനിമയും ഞാൻ അതിന്റെ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, ഗംഭീരമായിട്ട് അഭിനയിച്ച സിനിമയാണ്. പൂക്കാലം നല്ല സിനിമയാണ്. അപ്പൊ അതൊക്കെയുള്ള കാലത്ത് തീർച്ചയായിട്ടും അതൊക്കെ മത്സരിക്കാൻ വരുമ്പോൾ ആടുജീവിതം പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ അതിന് അത്ഭുതമൊന്നുമില്ല. പിന്നെ എമ്പുരാൻ വന്നതുകൊണ്ടാണ് അത് സംഭവിക്കാം. അത് എമ്പുരാൻ വന്നതുകൊണ്ട് മാത്രമല്ല, മലയാളത്തിലെ തന്നെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ, രണ്ട് മികച്ച നടന്മാർ തമ്മിലുള്ള സിനിമകൾ വരുമ്പോൾ പല സൂക്ഷ്മമായ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് മോഹൻലാൽ പരിഗണിക്കപ്പെട്ടിരിക്കാം. ഒന്ന്, ഇനി മോഹൻലാലിന് വേണ്ടി ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ലോബിയിങ്ങോ ക്യാൻവാസിങ്ങോ നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ വയ്യ. അത് എന്തും നടക്കാവുന്ന ഒരു മേഖലയാണ് ഈ അവാർഡ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഉർവശി പറഞ്ഞ കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സിനിമ ഭാഷാതലത്തിൽ, പ്രാദേശിക ഭാഷാതലത്തിൽ മികച്ച നടിക്ക് അവാർഡ് കൊടുത്ത സിനിമ, അതേ സിനിമ ദേശീയ അവാർഡിന് പോകുമ്പോൾ ആ കാറ്റഗറി മാറിപ്പോകുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? നടൻ, സഹനടൻ, നടി, സഹനടി. നടനം ഒരു കലയാണെങ്കിൽ നടനത്തിനാണ് അവാർഡ് കൊടുക്കേണ്ടത്. അത് ഏറ്റവും ഏത് റോളാണ് ഏറ്റവും കൊച്ചു റോളാണ് വെച്ചാൽ അതില് ദേശീയ അവാർഡിൽ നടന്മാർക്കുള്ള അവാർഡ് പങ്കുവെക്കുകയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ നടിമാരുടെ അവാർഡ് ഒരാൾ റാണി മുഖർജിയും സഹനടി ഉർവശി. അതാണ് അതിന്റെ പ്രശ്നം. അത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടാവും. മറ്റേ സിനിമ റാണി മുഖർജിയുടെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അത് ഇനി അങ്ങനെ തുല്യമായി തോന്നിയാൽ തന്നെ അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നതല്ലേ നല്ലത്, കുറച്ചുകൂടി മികച്ച. അപ്പോഴും ഉർവശി ചേച്ചി മികച്ച നടിയാവുമല്ലോ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിയാവും. മാത്രമല്ല അവര് നേരത്തെ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ആളല്ലേ. ഏതായിരുന്നു സിനിമ? പൊന്മുട്ടയിടുന്ന താറാവാണെന്ന് തോന്നുന്നു. അതിലാണെന്ന് തോന്നുന്നു. ഏതായാലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അവർക്കിതൊന്നും ആ ഒരു പുത്തരിയല്ലാന്നേ. അപ്പോൾ പക്ഷെ സഹനടിയായിട്ട് ഒതുക്കി അപമാനിക്കാൻ പാടില്ല. അവരിപ്പോൾ 2-3 പേര് മികച്ച നടിമാർ ഈക്വലായിട്ട് കോമ്പീറ്റ് ചെയ്ത് വരുമ്പോൾ 3 പേർക്കും കൊടുത്തോട്ടെ. തുല്യമായി അഭിനയിച്ചു, ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന 3 പ്രതിഭകളിൽ ഒരാളായാലും എന്താ കുഴപ്പം? അപ്പോഴും നിങ്ങൾ സഹനടിയാണ് എന്ന് പറഞ്ഞ് അവരെ ഒതുക്കുന്നതിൽ യാതൊരു ന്യായവുമില്ല. എന്തായാലും ഉർവശി ചേച്ചി ഉയർത്തിയ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ അവാർഡിന്റെ ഉള്ളുകളികൾ ചർച്ചയ്ക്ക് വരേണ്ടതാണ്. അവാർഡിന്റെ മാനദണ്ഡങ്ങൾ, ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നതാണ്, തരാമല്ലോ.
സുരേഷ് ഗോപി ചേട്ടനെങ്കിലും ഒന്ന് പോയി പറഞ്ഞു തരട്ടെ എന്നാണ് അവർ പറയുന്നത്. ഒന്ന് അന്വേഷിച്ച് പറഞ്ഞു തരട്ടെ, ഉത്തരവാദപ്പെട്ട ആളല്ലേ എന്നവർ പറയുന്നുണ്ട്. ആരോഗ്യകരമാണ് ആ സംവാദം ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുക്കട്ടെ. ഇത് ഈ അപ്പോഴും അവരുടെ മാത്രമല്ല, അവർക്ക് വേണ്ടി മാത്രമല്ല അവർ സംസാരിച്ചത്. അതെ. ഇനിയും എനിക്ക് പിറകെ കുട്ടികൾ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഒപ്പം അവർ പൃഥ്വിരാജിന് കൂടി വേണ്ടിയാണ് സംസാരിക്കുന്നത്. അതിന്റെ മെറിറ്റൊക്കെ എന്തായിരുന്നാലും നമുക്ക് പോലും അതിന് യോജിപ്പോ വിയോജിപ്പോ ആകട്ടെ, പക്ഷെ അവർ പറഞ്ഞല്ലോ. അതുകൊണ്ട് മലയാള സിനിമയ്ക്ക് വേണ്ടി ഉച്ചത്തിൽ സംസാരിക്കാൻ ഒരു അവാർഡ് ജേതാവ് ഈ കൊല്ലം ഉണ്ടായി എന്നതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഉർവശിക്ക് തന്നെ കൊടുക്കണം.